കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്യാമ്പൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ ആദ്യ ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്തതിലൂടെ നിറഞ്ഞ സന്തോഷവും അഭിമാനവും വലിയ പ്രതീക്ഷയുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. 3 സൈറം വിസിൽ ശബ്ദവീചികളാൽ ധന്യമാക്കി ആദ്യം ബ്ലാസ്റ്റിംഗിന്റെ ഉദ്ഘാടനം മരിപ്പുഴയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു. നിറഞ്ഞ സന്തോഷത്തിൽ എല്ലാവരുടെ അനുമതിയോടെ തുരങ്കപാതയുടെ ആദ്യത്തെ ബ്ലാസ്റ്റിംഗിന്റെ സ്വിച്ച് ഓൺ നിർവഹിക്കുകയാണ്. തുരങ്കപാത നിർമ്മാണം പുതിയ ഘട്ടത്തിലേക്ക് കുതിക്കുകയാണ്. വയനാട്ടുകാരുടെ യാത്ര ദുരിതങ്ങൾക്ക് അന്ത്യം കുറിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ് വെള്ളിയാഴ്ച നടന്ന ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ കർമ്മം. കേരളത്തിലെ ഏറ്റവും നീളമേറിയതും ഇന്ത്യയിലെ 3ാമത്തേതും വലിയ തുരങ്കപാതയാണിത്. 2143 കോടി രൂപയുടെ കിഫ്ബി നിക്ഷേപത്തിലൂടെ പദ്ധതി ഒരുക്കുന്നത്. മലബാറിന്റെ വ്യാപാര വിനോദസഞ്ചാര മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് നടക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ലോകത്തെവിടെയുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും അഭിമാനത്തിന്റെ നിമിഷമാണിത്. സ്വപ്നത്തിൽ പോലും പലരും കാണാത്ത പദ്ധതിയാണ് യാഥാർത്ഥ്യമാവാൻ പോകുന്നത്. വയനാട്ടിലെത്താൻ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട ജനതയ്ക്ക് 10 മിനിറ്റുകൾ കൊണ്ട് വയനാട്ടിലെത്താം. സമസ്ത മേഖലകളിൽ നിന്ന് ജനം ആഗ്രഹിച്ച പദ്ധതിയാണ്. ജനകീയ വിജയമാണ് മന്ത്രി തുടർന്ന് പറഞ്ഞു. ലിൻഡോ ജോസഫ് MLA സ്വാഗതം പറഞ്ഞു. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, K രാജൻ, KM ബാലഗോപാലൻ, OR കേളു തുടങ്ങിയവർ ആശംസകൾ നേർന്നു. പൊതുമരാമത്ത് സെക്രട്ടറി K ബിജു, കിഫ്ബി എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP പുരുഷോത്തമൻ, കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക മംഗലത്ത്, താമരശ്ശേരി രൂപത ബിഷപ്പ്മാർ റെമിജിയോസ് ഇഞ്ചാനിയൽ, PWD എഞ്ചിനീയർ VK ഹാഷിം എന്നിവർ പങ്കെടുത്തു. 2025 ഓഗസ്റ്റ് 31-നാണ് മുഖ്യമന്ത്രി തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത്. അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളായ താൽക്കാലിക പാലം, ക്രഷർ യൂണിറ്റ്, ഫ്യൂവൽ ടാങ്ക്, തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ക്യാമ്പ് ഷെഡ് എന്നിവയെല്ലാം പൂർത്തിയാക്കിയാണ് പദ്ധതിയുടെ ആദ്യഘട്ട ബ്ലാസ്റ്റിംഗ് നടത്തിയത്. പദ്ധതിയുടെ നടത്തിപ്പിനും നിർവഹണത്തിനുമുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ SPV കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ടണൽ നിർമ്മാണത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രത്യേകതയുള്ള ദിവസമാണ്. ഈ ഒരു ദിവസത്തിലേക്ക് നമുക്ക് ഇന്ന് കടക്കാൻ സാധിച്ചു. ഈ ടണലിന്റെ കാലാവധി 4 വർഷമാണ്. 4 വർഷത്തിൽ തന്നെ ഇത് പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ 2 ടണൽ ഒരേ സമയത്ത് അതെ, ഈ 2 ടണൽ ഇത് ട്വിൻ ടണലാണ്. ഈ 2 ടണൽ എന്ന് പറഞ്ഞാൽ 4 നമ്മുടെ ടണൽ ഫേസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ സൈഡിൽ ആനക്കാമ്പൊയിൽ സൈഡിൽ 2, അതുപോലെ തന്നെ മേപ്പാടി സൈഡിലും 2 ഫേസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ 4 സ്ഥലത്ത് വെച്ച് നമുക്ക് ബ്ലാസ്റ്റിങ്ങുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. മേപ്പാടി ഭാഗത്തുള്ള പ്രവൃത്തി എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും അവിടെ ടണലിന്റെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് സ്റ്റാർട്ടിൽ അപ്രോച്ച് റോഡിന് ടണലിന് മുമ്പിലുള്ള വശങ്ങളിലുള്ള പണികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയും ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് തീർച്ചയായിട്ടും നമ്മൾ 1 മാസത്തിനുള്ളിൽ അവിടെയും ചെയ്യുന്നതായിരിക്കും. 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുന്നത് ഭോപ്പാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദിലീപ് ബിൽക്കോൺ, കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ സ്ഥാപനങ്ങളാണ് കരാർ ഏറ്റെടുത്തത്. 2134.5 കോടി രൂപയിൽ 4 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് വിഭാവനയിലുള്ളത്. ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ്, മുക്കം.